Hi friends, welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചുരിദാർ കട്ടിങ്ങുമായാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും ചുരിദാർ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചുരിദാർ കട്ട് ചെയ്യുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ക്ലോത്ത് ആണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് ഞാനിവിടെ പറയുന്നില്ല, കട്ടിങ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫുൾ സ്ലീവ് ചുരിദാറാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചുരിദാർ കട്ടിങ് മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് പഴയൊരു അളവ് ചുരിദാർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ തയ്യലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ബാക്ക് പീസും കൈയുടെ ഒരു പോർഷനും മാത്രം മാറ്റിയെടുക്കുക. അത് നന്നായി അയൺ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിനെ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത്രയും ഇറക്കത്തിൽ 4ആയി മടക്കി വെക്കുക. അതിൻ്റെ മുകളിൽ ഈ തുണി വെച്ച് അളവുകൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഏറ്റവും സിമ്പിളായതും ഏറ്റവും ഈസിയായ ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനായി ഞാനെടുത്ത ഒരു പഴയ ചുരിദാറാണ്. അതിൻ്റെ തയ്യലൊക്കെ ഞാൻ മാറ്റി ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ബാക്ക് പാർട്ടിൽ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആം ഹോൾ കർവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുത്താൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് കുഴിച്ച് വെട്ടാൻ അറിയില്ലെങ്കിൽ ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ തയ്യൽ അഴിച്ചു മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആം ഹോൾ ഇങ്ങോട്ട് വലിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ലൈനിൽ വരും. അല്ലെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ അളവുകളൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് പീസിനെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്ന ആ ക്ലോത്തിലാണ് ഞാൻ ഫുൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ല ഇതുപോലെ ട്രേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ട്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പിലേക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ തയ്യൽ അഴിച്ചതിന് ശേഷമുള്ള അളവാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇനി തുണിയൊന്നും മാറ്റിയിടണ്ട. അപ്പോൾ ഇതിൻ്റെ ട്രേസിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പഴയ ഒരു ചുരിദാർ ആയതുകൊണ്ട് ചിലപ്പം ചിലവർക്ക് ഇത് ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കർവ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഷേപ്പ് ചെയ്ത് വരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ വിഡ്ത്ത് നോക്കുക. ഇവിടെ 6 ഇഞ്ചാണ് ഷോൾഡർ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ആം ഹോൾ എത്രയാണോ വന്നിരിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്യാം. 8.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8.5 ഇഞ്ചിൽ നമുക്കൊന്ന് ഈ ലൈനൊന്ന് നീട്ടി വരക്കാം. ഇനി ഇതിനെ ഒന്ന് കുഴിച്ച് വരക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ടാണ് വരച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് വെച്ച് ഇതുപോലെ വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കേണ്ടത് അതിവിടെ ഒന്ന് കൂട്ടി മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം 3/4 ഇഞ്ച് ഒന്ന് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3/4 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. താഴെ വശത്ത് ഞാൻ അളവുകളൊന്നും കൂട്ടുന്നില്ല, അതേ അളവ് തന്നെയാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ എടുക്കുന്നത്
ഒരു 5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ബാക്ക് കട്ട് ചെയ്താൽ മതി. ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ ആ ഷേപ്പിലൊന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പഴയ ചുരിദാറിൻ്റെ കൈ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇറക്കം വന്നിരിക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണിക്കൊരു 7.5 ഇഞ്ച് ഇറക്കേ കിട്ടുള്ളൂ. നീളം കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു 7.5 ഇഞ്ച് ഇറക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 4 ഇഞ്ചോളം താഴെ ഭാഗത്ത് കൂട്ടി തയ്ക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് തുണിയുടെ ബാക്കി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തൊന്നും നിങ്ങൾ തയ്ച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രം കൈ കട്ട് ചെയ്താൽ മതി. ഈ പഴയ ചുരിദാറിൻ്റെ കൈ ഞാൻ ഇതുപോലെ തുണിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതും അതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുക. ബോഡിയിൽ നമ്മൾ സീം അലവൻസ് ഒരു 3/4 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയെടുക്കണം. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് കുഴിച്ച് വരച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ബാക്ക് പീസ് അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വെട്ടിയിരിക്കുന്ന അതുപോലെ തന്നെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈസിയായ ഒരു മെത്തേഡാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.